ഉണ്ട് സ്ഥലത്തിന് മദ്യപിച്ചില്ല. എന്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ഹായ് ഉണ്ണിയേട്ടാ. ഹായ് ഉണ്ണിയേട്ടാ. ഹായ് ഹായ്. ഹായ്. ഹായ് എന്തായാലും ഉണ്ണി. വളരെ സന്തോഷമാണ് പെട്ടെന്ന്. ഹായ് കലീക. ആൽക്കഹോളിക്സ് അനോണിമസിൽ പലപ്പോഴും വന്ന കാലം മുതൽ തന്നെ കേൾക്കുന്ന ഒന്നാണ്, മറ്റുള്ള മനുഷ്യർക്ക് സഹായകരമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. ആദ്യകാലത്തൊക്കെ ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ പഴമക്കാരുടെ ഷെയറിങ് നിരവധിയായിട്ട് കേൾക്കാറുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഷെയറിങ് കേട്ടിരിക്കുമ്പോൾ ഞാനും തെറ്റായ രീതിയിലൊക്കെ ആയിരുന്നു ആദ്യകാലത്തൊക്കെ പ്രവർത്തിച്ചത്. അപ്പൊ ഞാൻ കരുതിയിരുന്നത് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിന്നു, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി, ആ മാറ്റം അതേപടി ഞാൻ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക എന്നത് പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും. അവിടെയാണ് നമുക്ക് ചില തെറ്റുകൾ ആദ്യകാലത്ത് തന്നെ പറ്റിയിട്ടുണ്ടാവും. എനിക്കത് വളരെ കൃത്യമായിട്ട് തന്നെ പറ്റി. ഞാൻ കുറച്ചു ദിവസം കുടിയിൽ നിന്ന് മാറി നിന്നാൽ എന്തോ വലിയ മാറ്റം എനിക്കുണ്ടായി എന്നും ആ മാറ്റം മറ്റുള്ളവരെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളിൽ ഒരു മാറ്റം അത് യഥാർത്ഥമായ രീതിയിൽ നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ്, അത് ഉപദേശം കൊണ്ടോ നമ്മളിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചത് കൊണ്ടോ മറ്റുള്ളവരിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നല്ല, അവർക്ക് യാതൊരു ഉപകാരം ഉണ്ടാവുന്നില്ല. ഞാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ടാണ് ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത് എന്ന് എയുടെ പ്രോഗ്രാം എന്നെ മനസ്സിലാക്കി തന്നു. കുറച്ച് ടൈം എടുത്തു അത് മനസ്സിലാകാൻ. വളരെ ദുഃഖകരമായ വസ്തുതയായിരുന്നു. ഞാൻ കരുതിയത് എന്താ, ഞാൻ മീറ്റിങ്ങിൽ വലിയ ഷെയറിങ് സമയമൊക്കെ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് വലിയ ഉപകാരപ്പെടുന്നുണ്ട് മറ്റുള്ളവർക്ക്. എനിക്ക് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല, കൂട്ടി മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് എന്റെ ജീവിതത്തിലേക്കുള്ള മാറ്റം. അപ്പൊ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം ആദ്യം എനിക്കുണ്ടാകേണ്ട മാറ്റമാണ്. ഞാൻ ആ 12 പടികളിലൂടെയുള്ള എന്റെ ജീവിത രീതിയിലും ചിന്താ രീതിയിലും രണ്ടാമത്തെ പടി തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തിനാണ്, വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് രണ്ടാമത്തെ പടിയിലേക്ക് പ്രവർത്തിക്കാൻ വരിക. യഥാർത്ഥത്തിൽ ഭൂമുഖത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിനായ സ്ത്രീ പുരുഷന്മാരായ, ഇന്ന് നമ്മളതിനെ ജനങ്ങൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പീപ്പിൾ, മനുഷ്യർ, അങ്ങനത്തെ ആൾക്കാരാണ് ഞാൻ. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോ എന്നെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. 59ാമത്തെ പേജിന്റെ അവസാന ഭാഗത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പടിയുടെ ഒരു കാര്യം എന്താണ്? എന്നെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ആ ശക്തിയോട് പുതിയ ഒരു മനോഭാവം പുലർത്തുന്നു. പുതിയ മനോഭാവമാണ്. വലിയ ശക്തി എന്ന ആശയത്തെ പ്രവർത്തിപ്പിക്കണം. ലളിതമായ ചില നടപടിക്രമങ്ങൾ ചെയ്യാൻ തുടങ്ങണം. എന്തിനാ ഈ നടപടിക്രമങ്ങൾ ചെയ്യുന്നത്? എന്റെ ജീവിത രീതിയില്, എന്റെ ചിന്താ രീതിയില് അവിടെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഞാൻ തുടക്കം കുറിക്കണം. ഞാൻ പഴയ ചിന്തകളിലല്ല പ്രവർത്തിക്കുക. എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതേപോലെ പ്രവർത്തിക്കുന്ന, അതേ രീതിയിൽ വേണം. എന്തെങ്കിലും ഒരു വരയിട്ടാൽ ആ വരയിൽ നിന്ന് അണുകിട മാറാതെ നടക്കണമെന്ന് പറഞ്ഞ ആളാ ഞാൻ. അതിന് മാറ്റം വരുത്താനാണ് രണ്ടാമത്തെ പടി പറഞ്ഞത്. നാശത്തിന്റെയും നിരാശകളുടെയും മുന്നിൽ, എന്റെ മാനുഷിക മൂല്യങ്ങളുടെ മുഴുവൻ തകർച്ചയുടെയും മുന്നിൽ പുതിയ ശക്തിയും സമാധാനവും സന്തുഷ്ടിയും നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ആ രീതിയിലാകുമ്പോഴാണ് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള ഗാഢമായ പ്രവർത്തനത്തോളം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഉതകുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മുടെ ആ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് പറയാറുണ്ട്. കാരണം മറ്റെല്ലാ പ്രവർത്തനങ്ങളും പരാജയപ്പെടുമ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി പ്രവർത്തിക്കും. അതിന്റെ ഉദാഹരണമായിരുന്നു ബിൽ വിൽസൺ 6 മാസക്കാലം മദ്യത്തിൽ നിന്ന് മാറി നിന്നു. പലവിധ കാര്യങ്ങൾ ബിൽ വിൽസന് ശ്രമിച്ചിട്ടുണ്ട്. ടൗൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സിൽക്വർത്ത് അദ്ദേഹത്തിനെ അവിടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അനുവദിച്ചു. അദ്ദേഹം അവിടെ വരുന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ല. കാരണം എന്താ, ബില്ലൊരു ഉപദേശകന്റെ പോലെ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ പോലെ, മതപ്രഭാഷകനെ പോലെ ഉപദേശം നടത്തുകയായിരുന്നു ബില്ല് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് പ്രവർത്തിച്ചില്ല. പിന്നീട് ബോബിനെ കണ്ടപ്പോൾ
ബോബിന്റെ അടുത്ത് ഡോക്ടർ സിൽക്കോർത്തിന്റെ ഉപദേശം കൂടി എടുത്തിട്ടാണ് ബോബിന് സന്ദേശം കൊടുത്തത്. അതായിരുന്നു ബില്ല്. താൻ രണ്ടുപേരുടെയും ഒരു കോമൺ ആയ കാര്യത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മ പിറക്കുന്നത്. അവിടെ മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനം, നമ്മുടെ ബാക്കിയെല്ലാം പരാജയപ്പെടുമ്പോൾ തനിക്കുണ്ടാകുന്ന കുടിയെ തടയാൻ ബോബുമായി തന്റെ അനുഭവങ്ങൾ ബില്ലിന് പങ്കുവെക്കുന്നതിലൂടെ സാധിക്കുകയും അത് വേറൊരാളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കൂട്ടായ്മ വളർന്നു വരികയും ചെയ്യാം. അപ്പൊ അവിടെ അമിത മദ്യപാന രോഗിയുടെ വിശ്വാസം ആർജിക്കുക എന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ കുടിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് അയാൾക്ക് കുടി നിർത്താൻ ആഗ്രഹമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒക്കെ നമ്മുടെ മാർട്ടിമൻ 12-ാം പടി എടുത്ത ലേഡിയായ അംഗത്തിനോട് ചോദിക്കുന്ന, ബില്ല് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം അവരിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് വരെ അവരിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. നിർബന്ധപൂർവ്വം എയിൽ വന്ന നമ്മൾ പല ആളുകളും നമുക്ക് വേണ്ടി എയിൽ നിന്നപ്പോഴാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മദ്യാസക്തൻ വരുമ്പോൾ ആ മദ്യാസക്തന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്താലൊന്നും അയാൾക്കൊന്നും കിട്ടാറില്ല എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. എന്റെ അനുഭവങ്ങൾ ആദ്യം എനിക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അമിത മദ്യപാന രോഗിയുടെ വിശ്വാസം ആർജിക്കുക എന്നൊരു പ്രക്രിയയെ കുറിച്ച് പറയുന്നു. ആ വിശ്വാസം ആർജിക്കുന്ന പ്രക്രിയ എങ്ങനെ നമുക്ക് പരിപൂർണമായിട്ട് മറ്റൊരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് അവൻ എങ്ങനെയാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തനാണ്. അപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് മീറ്റിംഗിൽ പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ആകുമ്പോൾ ജീവിതം ഒരു പുതിയ അർത്ഥതലം. ഈ 12-ാം പടി പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റീഹാബുകൾ കൊണ്ടെടുക്കുന്നതിനൊക്കെ പൊതുവായിട്ട് നമ്മൾ ഈ 12-ാം പടി എന്നൊക്കെ പറയും. പക്ഷെ 12-ാം പടി അതല്ല. ഇത് നമ്മൾ മറ്റു മനുഷ്യർക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്. ഒരാൾക്ക് എവിടെയെങ്കിലും റീഹാബുകളിൽ പോകണം, അതൊക്കെ നമുക്ക് ചെയ്യാം. 12-ാം പടി വളരെ കൃത്യമായിട്ട് തന്നെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ 12-ാം പടി നമ്മൾ ചെയ്യുമ്പോഴാണ് ജീവിതം പുതിയ അർത്ഥതലം കണ്ടെത്തുക. ആ 12-ാം പടി നമ്മൾ വിളിച്ചു പറഞ്ഞ്, നമ്മുടെ സിനിമയിൽ പറഞ്ഞ മാതിരി വിളിച്ചു പറഞ്ഞ് വെടിപൊട്ടിച്ചാൽ ഫലമുണ്ടാവോ വാരരെ എന്ന് ചോദിച്ച പോലെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. അവിടെ നമ്മുടെ ജീവിതം പുതിയൊരു അർത്ഥതലം കണ്ടെത്തും ആ 12-ാം പടി പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ. അവിടെ നമ്മളുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രോഗവിമുക്തി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ രോഗവിമുക്തി ഉണ്ടാകുന്ന ആളുകളുടെ രോഗം മാറിയത് എന്റെ കഴിവാണ് എന്ന് ഞാൻ പറയാതെ ആകും. ഈ ആളുകൾ മറ്റുള്ള മനുഷ്യരെ സഹായിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനല്ല ഡയറക്ടർ എന്ന ബോധ്യത്തിലൂടെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അവൻ സംസാരിക്കുമ്പോൾ അത് എന്റെ ആളാണ് എന്നുള്ള വർത്താനം ഞാൻ പറയില്ല. അല്ലെങ്കിൽ എന്റെ ശിഷ്യനാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള വർത്താനം പറയില്ല. അവിടെ പണ്ട് ഏകാന്തകനായിരുന്നു, ആൾക്കൂട്ടത്തിലും ഒറ്റപ്പെട്ടവനായിരുന്നു. എനിക്ക് ഏകാന്തത വിട്ടകലുന്നത് കാണും. ഒരു പറ്റം സുഹൃത്തുക്കൾ ഉണ്ടാവും, സമയം പോരാതെ വരും. നമ്മളിലൂടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം 12-ാം പടിയുടെ തുടക്കത്തിൽ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ പുതിയതായിട്ട് ഒരാളെ നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ നമ്മൾ പോയിട്ട് അവരെ കാണുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ സുവിശേഷ പ്രചാരകരെ പോലെ ആവരുത് എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. നമ്മൾ ഈ നമുക്ക് കിട്ടിയത് പറയുക എന്നതാണ് ലക്ഷ്യം എന്നതിനപ്പുറം നമ്മൾ എതിരെ നിൽക്കുന്ന ആൾ ഏത് മൂഡിലാണ്, അയാൾ എന്ത് അവസ്ഥ, ഇതല്ല നമുക്കൊരു അവസരം കിട്ടിയത് കൊണ്ട് ഒരൊറ്റ ശ്വാസത്തിൽ നമുക്ക് എന്താ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു 12-ാം പടിയല്ല, അതൊരു വഴിപാട് പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷ പ്രചാരണം നടത്തുന്ന ആളെ പോലെ നമ്മൾ സംസാരിക്കരുത്. ഒരു പരിഷ്കർത്താവിനെ പോലെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. കാരണം മദ്യത്തിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുക, മദ്യപിച്ചിരിക്കുന്ന ആളോട് പറയും മര്യാദക്ക് ചങ്ങായി നിർത്തിക്കോ ചത്തുപോകും. ഏത് കുടിയനാ കേൾക്കുക? കുറച്ച് കടന്ന കുടിയനാണെങ്കിൽ 2 കിട്ടും അവൻ്റെ കയ്യിൽ. ആ സമയത്ത് അവരോട് പോയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പോയിട്ട് കണവണ വർത്താനം പറഞ്ഞാൽ കുടിയന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടലിട്ടു. അവൻ ബോധമില്ലാതിരിക്കാവും കുടിയൻ. അപ്പൊ അവിടെ പരിഷ്കർത്താവിനെ പോലെ, കാരണം ഞാനിന്ന് കുടി നിർത്തി വലിയ പ്രമാണിയായിട്ടായിരിക്കരുത് ഈ 12-ാം പടി പ്രവർത്തനത്തിന് പോകേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം 89-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ പുരോഹിതന്മാരും ഡോക്ടർമാരും അതേപോലെ ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി സഹായിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോ ഇവിടെ മറ്റ് അമിത മദ്യപാന രോഗികൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാളുകളെക്കാൾ നമുക്ക്
അമിത മദ്യപാന രോഗികളെ സഹായിക്കാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അവരുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം നമ്മളോട് പറഞ്ഞിട്ട്. പലരും നമ്മളെപ്പോലുള്ള അവസ്ഥയിലായിരിക്കില്ല. നേരത്തെ പറഞ്ഞ ഇന്ന് ആ ഡെയിലി റിഫ്ലക്ഷന് കാരണക്കാരായ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അനിയന്ത്രിതമായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ കള്ള് വരുന്നതിന് മുന്നേ തന്റെ ജീവിതം അനിയന്ത്രിതമായിരുന്നു എന്നൊക്കെ അവർ ആ മൂന്നാമത്തെ ഡിഷന്റെ അവരുടെ കഥയിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അവർ കണ്ടെത്തിയത് വളരെ വൈകിട്ടായിരുന്നു. പക്ഷെ അന്ന് എന്തായിരുന്നു, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആളുകൾ ഈ സന്ദേശം കൊടുക്കുമ്പോൾ അവരൊരിക്കലും ഈ കൂട്ടത്തിൽ താൻ ചേരുന്ന ആളായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹകരിക്കുക, മറ്റുള്ളവരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആർക്കാണോ സന്ദേശം കൊടുക്കാൻ പോകുന്നത് അവരോട് ഒരു കുറ്റവും നമ്മൾ പറയരുത്. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ മദ്യത്തിനെ, നമ്മൾ പറയാറില്ല, മദ്യത്തിനെ എതിർത്തുകൊണ്ടോ അവരുടെ മറ്റു കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത പല ആശയങ്ങളും അവർ പറഞ്ഞു എന്ന് വരാം. അവരെ നിയന്ത്രിച്ച് കുടിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മുൻധാരണകളെ മാറ്റി ഉയർത്തണം. നമ്മളെപ്പോലെ അയാളെ ആക്കലല്ല നമ്മുടെ ലക്ഷ്യം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം അതിന് വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. എന്നിട്ടാണ് നമ്മളോട് തള്ളിക്കളയാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതല്ല, അയാൾ ഡിനയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പരിപൂർണമായിട്ട് റദ്ദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വളരെയധികം ക്ഷമ വേണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ എടുത്ത് റീഹാബിൽ കൊണ്ടുപോകുന്നതല്ല 12-ാം പടി എന്ന് പറയുന്നതിന്റെ കാരണം. അത് എന്റെ കടമ നിർവഹിച്ചു, അല്ലെങ്കിൽ ഞാൻ ദാ സന്ദേശം തന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യം നിർത്തുന്ന പരിപാടി കേട്ടോ, മീറ്റിങ്ങിന് വന്ന് എനിക്ക് രക്ഷപ്പെടാം. ഇങ്ങനെയും പ്രവർത്തിക്കാം. എനിക്ക് പറയാം ഞാൻ എന്റെ സന്ദേശം കൊടുത്തു, അതായിരിക്കുമോ ഏടെ പ്രവർത്തനം? അയാളെ ഒരു കാരണവശാലും നമ്മൾ എത്ര വർഷം മദ്യം നിർത്തിയാലും അയാളുടെ ജീവിതത്തിൽ മദ്യം കുടിച്ചത് കൊണ്ട് അയാൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടിനെ സ്പർശിച്ച് സംസാരിക്കരുത്. നിന്റെ കുടുംബം കണ്ടോ, നിന്റെ മക്കൾ കണ്ടോ, അതൊക്കെ നമ്മൾ പറയേണ്ടതല്ല, അത് അയാൾക്ക് തോന്നണ്ട. അയാളുടെ മക്കൾ പോയോ, അയാളുടെ ഭാര്യ ഈ രീതിയിലാണോ, അയാളുടെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടോ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അയാൾക്ക് ആദ്യം വേണ്ടത് നമ്മളിൽ ഒരാളാണ് എന്ന ബോധ്യം കൊടുക്കാൻ പറ്റണം. ഞാനും നിന്നെ പോലെ ആയിരുന്നു, സാരമില്ല എന്ന് പറയാൻ. ഇനി അയാൾ ഇത് മൊത്തം ഡിനേൽ ചെയ്യാണ്, അയാളുടെ ഭാര്യയോ അമ്മയോ പറഞ്ഞിട്ടാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ അവരോട് പറയേണ്ടതുണ്ട്. അയാൾ വിചാരിക്കാതെ അയാളിൽ ഒരു പരിവർത്തനത്തിനും സാധ്യമല്ല. കുടിയൻ നമ്മളെക്കാൾ ബുദ്ധിമാനായിരിക്കും. നമ്മൾ ആർക്കാണോ സന്ദേശം കൊടുക്കാൻ പോകുന്നത് അയാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കുക എന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങളുടെ ലക്ഷ്യം എന്ന് അവിടെ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്നെ കൊണ്ടുണ്ടാകേണ്ട പ്രയോജനക്ഷമത. ബില്ലിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും അങ്ങനെയായിരിക്കും. എന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് ഉപയോഗക്ഷമമാക്കി മാറ്റാം, മറ്റുള്ളവർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ആളാവുന്നതിൽ നിന്ന് എന്നെ എങ്ങനെ തടയാന്നാണ്. അപ്പോ നമ്മൾ സഹായം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കേവലം വെളിപാട് രീതിയിലല്ല സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ തുടക്കകാലങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരാളെ നമ്മൾ പുതുതായിട്ട് കണ്ടെത്തുകയാണ്. 12-ാം പടി നടത്തുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്കറിയണം. അയാൾ കുടി നിർത്തണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ അയാളെ പ്രേരിപ്പിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും നമുക്ക് 12-ാം പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം പല സ്ഥലത്തും ഇതിനൊന്നും ശരിക്കും പ്രായോഗികമായ നിർദ്ദേശങ്ങളായിട്ടൊന്നുമില്ല. പല കാര്യങ്ങളിലും പലതും പല വ്യക്തികളുടെ കാര്യത്തിലും പലതാട്ടോ. അതുകൊണ്ട് ഏകദേശ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഈ 12-ാം പടിയിൽ വിവേകം തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പൊതുവെ പറയുന്നത്, ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരാള് അദ്ദേഹം ഈ കുടിച്ചു കഴിഞ്ഞാൽ മാത്രം വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാന് എയില് വന്ന സമയം ഈ മറ്റുള്ളവരോടുള്ള പ്രവർത്തനത്തെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നി. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുന്നു, നാട്ടിൽ നിന്ന് ഒരാള് അവിടെ ഉണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം നല്ല മദ്യപിച്ചിരിക്കുക. ഞാൻ വളരെ സന്തോഷമായി. ഞാനൊരു ബില്ലിന്റെ അവസ്ഥയിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു. ഖത്തർ എന്ന് പറയുന്ന ഈ പുതിയ സാമ്രാജ്യത്തിൽ ഞാനൊരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. വളരെ സന്തോഷം. അന്ന് എനിക്ക് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഖത്തർ പുതിയ റൂളൊക്കെ ആയ സമയമാണ്. ഞാൻ ഇദ്ദേഹത്തിനെ എടുക്കാൻ അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ ചാടി പുറപ്പെട്ടു. നമ്മൾ ഈ വളരെ പെട്ടെന്ന് എടുത്തിയാടുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് എല്ലാത്തിനും എടുത്തിയാടിയിട്ട് പിന്നെയാണ് ആലോചിക്കുള്ളൂ. കടയെന്ന് പറഞ്ഞാൽ അവിടുന്ന് വിട്ടു, വേറെ ബാക്കി പരിപാടിയൊന്നുമില്ല, എന്റെ ജോലിയൊക്കെ വിട്ടു, പുതിയ അത്യാസക്തരെ സഹായിക്കുകയല്ലേ, വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് പോയി.
ഇദ്ദേഹത്തിന്റെ അവിടെ എത്തിപ്പെടുമ്പോ ഇദ്ദേഹം നല്ല പഴുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് പഴമക്കാരെ വിളിച്ചിരുന്നു. അതിലൊരു പഴമക്കാരൻ പറഞ്ഞു, ഇങ്ങനെ ഒറ്റയ്ക്ക് പോകരുത്, ചില നിർദ്ദേശങ്ങളുണ്ട്. ഈ 12-ാം പടി എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കാര്യം. അപ്പൊ ഞാൻ കുറച്ച് മാസങ്ങളായി മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, 1 വർഷമൊന്നും ആയിട്ടില്ല. ആവേശം ഭയങ്കര അത്യുച്ഛത്തിലെത്തുകയും ഇവിടേക്ക് വരാനും തീരുമാനിച്ചു. പിന്നെ ഈ പഴമക്കാരൻ പറഞ്ഞാൽ അദ്ദേഹവും പൂർണ്ണമായും നിരസിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ എനിക്കൊരു നിർദ്ദേശമായിട്ട് തന്നു. അപ്പൊ ഞാൻ ആ ഖത്തറിലെ മീറ്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ അവിടുത്തെ മീറ്റിംഗ് പ്രകാരം അങ്ങനെ വീട്ടിൽ പോയി 12-ാം പടി ചെയ്യാൻ പാടില്ല. അപ്പൊ അവരുമായിട്ടും 12-ാം പടി നല്ല അടുത്ത ബന്ധം എനിക്ക് അവിടുത്തെ ഗ്രാറ്റിറ്റ്യൂഡ് മീറ്റിംഗുമായിട്ട് ഇല്ല. യൂറോപ്യൻസിന്റെ രീതി അനുസരിച്ച് മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ പറയും, വീട്ടിൽ പോയിട്ട് 12-ാം പടി എടുക്കില്ല അവരോട്. പ്രത്യേകിച്ച് രാജ്യത്തെ നിയമം കർശനമാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അറിയാം. നമുക്ക് ആ റൂമിലേക്ക് പോയി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് നമ്മളാണ്. നമ്മൾ അറസ്റ്റ് ചെയ്യും പോലീസ്. പ്രത്യേകിച്ച് ഈ മദ്യത്തിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഞാൻ പെട്ടു. എന്റെ ഉള്ളിലാണെങ്കിൽ ഞാനൊരു ബില്ലാവാൻ സ്വപ്നം കണ്ട് ഇറങ്ങിയിരിക്കല്ലേ. എനിക്കാണെങ്കിലോ ഞാൻ വിചാരിച്ച പരിപാടി നടത്താതെ പിൻവാങ്ങാത്ത സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇയാളുടെ മദ്യത്തിൽ ഇയാളെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു സൂപ്പർ മാർക്കറ്റിൽ. എന്നിട്ട് ഇയാളുടെ റൂമിലേക്കൊക്കെ ടാക്സിയൊക്കെ പിടിച്ചെത്തി ഇദ്ദേഹത്തിന്റെ കൊപ്പിയൊക്കെ എടുത്ത് ഒഴിച്ചു കളയിലും ഭയങ്കര പരിപാടികളൊക്കെ നടത്തി ഇയാളെ സഹായിക്കുന്ന രീതിയിലേക്കൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഈ മദ്യം അദ്ദേഹം നല്ല മദ്യപിച്ചിരിക്കുകയാണ്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇവിടെയാണ് ഈ പഴമക്കാരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ തെറ്റായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ പാലിക്കാതെ ആവുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ. അവിടെയൊക്കെ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം എനിക്ക് പോകേണ്ടത്. കാരണം എന്റെ ഉള്ളിൽ ഭയമാണ്, ഇയാൾക്ക് വല്ലതും പറ്റുകയോ വല്ലതും ചെയ്ത ആ ഡ്രൈവർ എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കുടുങ്ങുമോ എന്നുള്ള ഭയം തുടങ്ങി. റിയാലിറ്റി കടന്നു വരാൻ തുടങ്ങി. അവിടെ പോയി ആ ഫ്ലാറ്റിൽ നിന്ന് ഇയാൾ വീഴുകയോ സംതിങ്. ഒന്നാമതേ പണ്ടേ ഉണ്ടായിരുന്ന ഒരു ഭയമായിരുന്നു, മീറ്റിംഗ് ഹാളിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സംഭവിക്കുമോ എന്നുള്ള ചിന്തകൾ കടന്നു വരുന്ന ഒരാളായിരുന്നു. പല പല ചിന്താ കുഴപ്പങ്ങളുള്ള ആള്. ഇയാൾക്ക് ഇനി എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അകത്താവുമോ എന്നുള്ള പേടി. ഈ 12-ാം പടിയുടെ സുഖമൊക്കെ പോയി എന്ന് മാത്രമല്ല, ആ രാത്രി ഞാൻ അന്ന് പറഞ്ഞതൊന്നും അദ്ദേഹം കേട്ടിട്ടില്ല. അപ്പോഴേക്കും അവിടെ ഒരു പുതിയ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു നേഴ്സിന്റെ സഹായം അദ്ദേഹത്തിന് വേണ്ടു. അദ്ദേഹം കുടി നിർത്തിയതിന്റെ അടുത്ത ആഴ്ച ഞാൻ വലിയ മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് പോയ അദ്ദേഹം ശങ്കരാടി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നാളെ അദ്ദേഹം ചിലപ്പോൾ ഈ മീറ്റിംഗിലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളെ ഒരിക്കലും അടഞ്ഞ വാതിലായിട്ട് വെക്കരുത് പറയേണ്ടത്. എല്ലാ മദ്യാസക്തരും എയിലേക്ക് വരേണ്ടതാണ്. അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ശങ്കരാടിയുടെ ഒരു സിനിമ, ശങ്കരാടിയാണെന്ന് തോന്നുന്നുണ്ട് കഥാപാത്രം, മോഹൻലാൽ രാത്രി പറവൂർ ഭരതൻ എന്നൊരു കഥാപാത്രത്തെ രാത്രി വീട്ടിലേക്ക് വിളിച്ച് കടത്തുകയും പിറ്റേ ദിവസം നീ ആരടാ എന്ന് ചോദിക്കുന്ന സമാനമായ രീതിയിലേക്ക് അടുത്ത ആഴ്ചകൾ സംഭവിക്കുകയും എന്റെ ഉള്ളിൽ കടുത്ത നീരസവും വെറുപ്പും ഇദ്ദേഹത്തോട് ഉണ്ടാവുകയും ചെയ്ത ഒരു സംഭവമായിട്ട് ഈ 12-ാം പടി മാറി. അപ്പോ പിറ്റേ ദിവസം ഞാൻ കുറച്ചുകൂടി അധികം തമ്പാക്ക്, സാധാരണ വെക്കുന്നതിൽ നിന്ന് അധികം തമ്പാക്ക് വെച്ചിട്ടാണ് ആ ദേഷ്യത്തെ ഞാനന്ന് മാറ്റിയത്. അപ്പൊ വിവരമില്ലാതെ എടുത്തുചാട്ടത്തിലൂടെ ഈ 12-ാം പടി നടത്തണമെങ്കിൽ ഒരു പുതിയ ആളെ കൂടി വിദ്വേഷത്തിന്റെ ലിസ്റ്റിലേക്ക് ഞാൻ ചേർക്കുകയും ചെയ്തു. കുഴപ്പം അയാളുടേതല്ല, എന്റേതായിരുന്നു. അതാണ് നമ്മൾ സഹായിക്കാൻ പോകുമ്പോൾ വളരെയധികം പറയുന്ന നിർദ്ദേശങ്ങൾ അയാൾക്ക് കുടി നിർത്താനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അയാളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റൂ. അല്ലാത്ത ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ അനുഭവം പറയാൻ, നമുക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യം ഒരു മീറ്റിംഗില് ഷെയറിംഗ് ഉണ്ടാവും. ഒരു ഷെയറിംഗ് പോലും ആ രീതിയിൽ ഉള്ളതാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം നഷ്ടമാവും. മാത്രമല്ല, ഈ അയാളുടെ വേറെ ആളുകളെ സഹായിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തും. ഒരാളുടെ പിന്നാലെ നടക്കുമ്പോൾ അയാൾ കുടി നിർത്തൂല്ല, അയാളെ കുടി നിർത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നത് നമ്മുടെ പരിപാടിയല്ല. അയാളുടെ കുടുംബാംഗങ്ങൾക്കും ആ നിർദ്ദേശം കൊടുക്കാനായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇത് രോഗിയായ ഒരാളോടാണ് പ്രവർത്തിക്കുന്നത്. ആ രോഗി വിചാരിക്കാതെ, പല ആൾക്കാരും പറയാറുണ്ട്, അപ്പൊ നിങ്ങളുടെ ഇതിൽ അവിടെ ഉള്ള ഒരാളിന്റെ ഒരിക്കലും ഒരു മദ്യാസക്തനെയും വേറെ ഒരാൾക്കും നമുക്ക് നമ്മുടെ രോഗം മാറ്റാൻ പറ്റിയിട്ടില്ല. അത് തന്നെ എങ്ങനെയാ മാറിയത് നമ്മൾ ആലോചിച്ചാൽ മതി. സ്വയം നമുക്ക് ഈ കെമിക്കൽ നമുക്ക് യാതൊരു ഗുണവും ചെയ്യുന്നില്ല എന്ന ബോധ്യം ഉണ്ടായിട്ടും സ്വന്തം കുടി മാറ്റാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാ മറ്റൊരാളുടെ രോഗത്തെ മാറ്റുക?
അവിടെയാണ് അത് അയാൾക്ക് സ്വയം ബോധ്യം വരുന്ന കാര്യത്തിൽ സഹായിക്കാനായിട്ട് പറ്റും. അപ്പൊ കുടുംബത്തിലെ ആളുകളോട് നമുക്ക് പറയേണ്ടത് അയാൾ രോഗിയാണ്, അയാൾക്ക് കൊടുക്കുന്ന പരിഗണനയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ പരിപൂർണമായിട്ട് നമുക്ക് അത്യാസക്തരായ ആളുകളിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഈ ഒരു കാര്യം 12 പടി ചെയ്യുമ്പോൾ ഉണ്ടാവണം. അതല്ലെങ്കിൽ നമുക്ക് കടുത്ത നിരാശയുണ്ടാവും. ഇനി ഒരാൾ മദ്യപാനം നിർത്തണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ആളുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യമുള്ള വ്യക്തി ആരാണെന്ന് നോക്കുക. അവരുമായിട്ട് ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് ഇയാളെന്ന് അറിയാനായിട്ട് ഇപ്പോ അതും അയാളുടെ ഭാര്യയുമായിട്ട് പറയാന്നൊക്കെ ആദ്യകാലത്തെ നിർദ്ദേശമാണ്. പിന്നീട് നമ്മൾ അല്ലനോണുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ നമ്മൾ കുറച്ചിട്ടുണ്ട്. കാരണം അതും പലപ്പോഴും ഈ 12 പടിയുടെ ഒരു പുറകിൽ അപകടം 12 പടി പതുക്കെ വഴി മാറിയിട്ട് വേറെ പടിയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതും നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. ആ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് അയാളുടെ രോഗം, ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ അയാളുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവും, അയാളുടെ കുടുംബ പശ്ചാത്തലമുണ്ട്. ഇപ്പൊ നമുക്കതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അറിയാം. കൂടുതൽ ബന്ധപ്പെടേണ്ട കാര്യമില്ല, അത് നമ്മളോട് പറയും. അപ്പോഴും അയാളുടെ സമീപത്തിരുന്നു കൊണ്ട് അയാളുടെ സമീപനത്തിൽ അയാളുടെ കുടുംബാംഗങ്ങൾ അയാളുടെ കുറ്റം പറയുമ്പോൾ ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോകണം. അവരെ എതിർക്കാനും നിൽക്കരുത്. അതേപോലെ അയാളുടെ മുന്നിൽ നിന്ന് അയാളെ ന്യായീകരിക്കാനും നിൽക്കരുത്. അതും കുഴപ്പമാകും. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇയാളെ ന്യായീകരിക്കും വളരെയധികം. അപ്പൊ എന്താണ്, ഇയാൾക്ക് ഇത് കുടിക്കുക, ഞാൻ രോഗിയല്ലേ ഞാൻ രോഗിയല്ലേ എന്ന്. സംഗതി രോഗിയാണ്, രോഗശമനം അയാളുടെ ഉത്തരവാദിത്തമാണ്. അത് അയാള് തലച്ചോറിൽ ഈ സാധനം കൊണ്ടിടും, ഞാൻ രോഗിയല്ലേ കുടിച്ചാ ഇപ്പൊ രോഗല്ലേ, എന്താ അയാൾ കുടി നിർത്തില്ല, സംഗതി ഇങ്ങനെ പോവും, ഒരു കാര്യം ഉണ്ടാവില്ല. അത് പറഞ്ഞ പോലെ തന്നെ അയാളുടെ മുന്നിൽ നിന്ന് ഒരു കാരണവശാലും അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീട്ടുകാരുടെ ഒപ്പം നമ്മൾ നിൽക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ മദ്യാസക്തനെ മീറ്റ് ചെയ്യുമ്പോൾ അയാളായിട്ട് ഒറ്റയ്ക്ക് മീറ്റ് ചെയ്യുക, അയാളുമായിട്ട് മാറി നിൽക്കുക വളരെയധികം വേണ്ടതാണ്. കാരണം നമുക്ക് മദ്യാസക്തന്റെ കുടുംബമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. നമ്മൾ അവിടെ ഇരുന്നിട്ട് മദ്യാസക്തന്റെ കുടുംബത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് മദ്യാസക്തന് ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ ആരായി? നമ്മൾ ഇവനേക്കാൾ വലിയ ആളായില്ലേ? നമ്മളും അവനും ഒന്നാണ്. നമ്മുടെ പ്രതിരൂപമാണ് ഈ 12 പടിക്കാരൻ. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ദൈവീക രൂപത്തിൽ വന്നവനാണ് 12 പടിക്ക് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തി. അവനോട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയുന്ന ദൈവീകമായ പ്രോഗ്രാമില് ദൈവീകമായ ഒരുത്തനാണ് നമ്മുടെ 12 പടി. നമ്മുടെ പ്രതിരൂപത്തെ കാണാൻ, നമ്മുടെ പല ചേഷ്ടകളെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വരദാനമാണ് അവൾ. അയാളുടെ മുന്നിൽ എങ്ങനെ, അയാളുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ വലിയ ആളായിട്ട് ഇന്നൊരു സാറിനെ പോലെ ക്ലാസ് എടുക്കുക, മദ്യത്തിനെ കുറിച്ച് മോശമായിട്ട് പറയുക. നമ്മൾ ഒരു കാലത്ത് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നു മദ്യം എന്നുള്ള ബോധ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അയാളുടെ മതവിശ്വാസം എത്തരത്തിലാണ്, അയാൾക്ക് മതവിശ്വാസം ഉണ്ടോ അതോ അയാൾ വേറെ രീതിയിലുള്ളതാണ് എന്നുള്ളത്. അപ്പോ നമ്മൾ എങ്ങനെ അയാളെ സമീപിക്കണം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അയാളുടെ സ്ഥാനത്ത് നമ്മളെ വെച്ചുകൊണ്ടായിരിക്കണം. പൊതുജന സമ്പർക്ക രീതി എപ്പോഴും ആകർഷിക്കുന്ന തരത്തിലായിരിക്കണമെന്ന് നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം, എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കിട്ടിയപ്പോ ഞാൻ എയുടെ മീറ്റിംഗിലേക്ക് വരുന്നത് എൻ്റെ അനിയന് കിട്ടിയ സന്ദേശത്തിലൂടെയാണ്. പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ എയുടെ ജ്വാലയുടെ ഒക്കെ ഇന്ന് സഹകരണ രംഗത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിക്കുന്നു. അയാൾ വിളിച്ച ഉടനെ ഞാൻ പറഞ്ഞത് എനിക്ക് രോഗം ഇല്ല, എൻ്റെ അനിയനാണ് രോഗമെന്നാണ്. അയാൾ എന്നോട് പറയാണ്, അല്ല ഈ മദ്യാസക്ത രോഗം നിങ്ങൾക്കറിയാലോ, അത് മാറില്ല, ജീവിത അവസാനം വരെ ഉണ്ട് എന്നുള്ള വലിയ വർത്തമാനമൊന്നും അയാൾ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഞാൻ അയാളുമായിട്ട് അപ്പോൾ ഉറക്കും അന്നത്തെ സമയത്ത്. സംഗതി എനിക്കും അറിയാതെ, പക്ഷെ എന്റെ അറിവ് പ്രകടിപ്പിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് പറയുന്ന സെൽഫ് സെന്റേർഡായ ഈഗോ സെൻട്രിക് ആയ ഞാൻ ഈ ഒരു ആകർഷണീയത ഞാൻ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത് അയാൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ അനിയൻ നിൽക്കുക എന്ന ആ ഒരു രീതിയിൽ ആകർഷകമായിട്ടാണ് നിന്നത്. അതല്ലാതെ എന്നെ ഭരിക്കാനോ എന്നെ മുകളിൽ കയറി നിന്ന് സംസാരിക്കാനോ അദ്ദേഹം വന്നില്ല. അതെനിക്കൊക്കെ സന്ദേശം കിട്ടുമ്പോൾ തന്നെ എയിൽ നിൽക്കാനായിട്ട് വളരെയധികം സഹായകരമായ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കാണോ സന്ദേശം കൊടുക്കുന്നത് അയാളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന ഇഷ്ടം. നല്ല കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് കുടിയുടെ മോശം വശങ്ങളെ കുറിച്ച് കേൾക്കാനോ ഉപദേശം കേൾക്കാനോ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ വേറൊരാൾക്ക് എങ്ങനെ അടിച്ചേൽപ്പിക്കുക? ഉപദേശം എന്താ? ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിയൻ എന്താ അറിയില്ല, ഈ കുടിച്ചു കഴിഞ്ഞാൽ തന്റെ ലിവർ പോവും, തനിക്ക് ഈ പ്രശ്നം ഉണ്ടാവും,
അയാൾ ഏത് രീതിയിലാണ് കുടിച്ചിട്ടുള്ളത്? പലപ്പോഴും എയിൽ എത്തി റിലാപ്സ് സംഭവിച്ച ആളാണെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യാം. അയാൾക്ക് എല്ലാം അറിയും. അയാൾക്ക് ആ വേണ്ടത്ര ശക്തിയുടെ അഭാവം പല കാര്യങ്ങളിലും ഇല്ലാത്തത് കൊണ്ട്, മദ്യമില്ലാതെ ഇരിക്കാൻ അയാൾക്ക് പറ്റാത്തത് കൊണ്ട് പ്രശ്നം ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി തന്നെയാണ് അയാളെ സമീപിക്കേണ്ടത്. ഇനി അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടത്ര താല്പര്യമില്ലെങ്കിൽ അയാളൊന്ന് കുടിക്കട്ടെ എന്ന് പറയാറുണ്ട് പഴമക്കാർ. അതൊക്കെ പറയുന്നതിന്റെ കാരണം പലപ്പോഴും കുടിച്ചിട്ട് കയറി വരുമോ, എല്ലാവരും കയറി വരുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല കേട്ടോ. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ നമ്മൾ കണ്ട രീതി, ഈ ഉപദേശം ഒറ്റയടിക്ക് തന്നെ നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പിന്നാലെ നടന്നുകൊണ്ടോ, അല്ലെങ്കിൽ കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോയി കുടിക്കുന്ന ആളുടെ ഒപ്പം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് അയാളെ കുടിയിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും നമുക്ക് മാർഗമില്ല. അപ്പൊ അയാള് വീണ്ടും ഒരു കുടിയിലേക്ക് ചെന്ന് ചാടുന്നതുവരെ നമ്മളോട് കാത്തിരിക്കാൻ പറഞ്ഞു. അയാളുടെ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ എതിർത്തേക്കാന്ന് പറയുന്നുണ്ട്. അപ്പോ അയാള് പക്ഷെ അറിയണം ഈ ഒരു അവസ്ഥ തനിക്ക്, കാരണം അതുവരെ അയാളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നും അടിസ്ഥാനപരമായി നമ്മൾ ആലോചിക്കുന്ന. ഈ പുസ്തകം ഇറങ്ങിയ 1939 ഇറങ്ങിയ ഈ പുസ്തകത്തിലെ 89 മുതൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നും വളരെ പ്രാക്ടിക്കലാണ്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ജോലി നേടിക്കൊടുക്കുക, ഭാര്യയുമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ മോഡറേറ്ററായ തീരുമാനമെടുത്ത് നമ്മുടെ തന്നെ സ്വഭാവ ദൂഷ്യങ്ങളും അത്യാസക്തർ വേറെ രീതികളിലേക്ക് മാറ്റിയപ്പോൾ മാത്രമാണ് എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന കാര്യം പോലും നമുക്ക് ഇറക്കേണ്ടി വന്നത്. പക്ഷെ ബാക്കിയൊക്കെ സമീപിക്കേണ്ട രീതി ഇന്നും വളരെ ആപ്റ്റാണ് നമ്മൾ ആലോചിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് വളരെ കൃത്യമായി ബന്ധപ്പെടാവുന്ന സ്ഥിതിയിൽ മാത്രമാണ് അയാൾക്കൊരു വെളിവുള്ള ഇടവേള വേണം. അതല്ല, പല ആൾക്കാരും വിളിക്കും അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എങ്ങനെ സഹായിക്കുക? അപ്പൊ അയാളുടെ ഭാര്യ നമ്മളെ വിളിച്ചിട്ട്, പലപ്പോഴും പല ആളുകളുടെയും ഭാര്യമാര് പറയാറുണ്ട് അയാൾ കുടിച്ചു, പക്ഷെ ഈ മദ്യാസക്ത മീറ്റിങ്ങിന് വരണ്ട ഉച്ചയ്ക്ക്. ഉദാഹരണം പറഞ്ഞാണ്, ഈ മദ്യാസക്തൻ ഉച്ചയ്ക്ക് വരെ മീറ്റിങ്ങിൽ കുടിച്ചിട്ടില്ല എന്ന് ഷെയറും ചെയ്ത് നമ്മളെ പറ്റിക്കുക എന്ന് വെക്കുക. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓൺലൈൻ മീറ്റിങ്ങിലാണ്. അയാളുടെ ഭാര്യ മെസ്സേജ് ചെയ്ത് പറയാണ്, നിങ്ങൾ വിചാരിച്ച പോലെയല്ല, നിങ്ങളെ പറ്റിക്കുകയാണ്, ഇയാൾ കുടിച്ചു. നമുക്ക് അയാളോട് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ കുടിച്ചോന്ന്? നമുക്കൊന്നും പറ്റില്ല. നമ്മള് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ ഒരു ഉദാഹരണം എന്റെ സ്പോൺസർ പറയാറുണ്ട്. നാളെ ടോക്കൺ മേടിക്കാൻ പോകുന്ന ഒരാൾ ഇന്ന് ബാറിൽ അയാൾ കുടിച്ച്, അല്ലെങ്കിൽ എവിടുന്നോ കുടിച്ച് അയാൾ റോട്ടിൽ കിടക്കുന്നത് ഞാൻ അടുത്ത് നിന്ന് കണ്ടാൽ പോലും അയാളുടെ നാളത്തെ ടോക്കൺ നടക്കുന്ന പരിപാടിയുടെ ആ ഗ്രൂപ്പിലെ സെക്രട്ടറി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഇത് പറയരുത് എന്നാ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സത്യസന്ധത അവിടെയല്ല ഉപയോഗിക്കേണ്ടത്, കാരണം അത് അയാളുടെ കാര്യമാണ്. ഞാൻ ഇത് ഷെയർ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ ഇന്ന ആളെ ഇവിടെ കണ്ടല്ലോ, നിങ്ങളുടെ നാളെ ടോക്കൺ മേടിക്കുന്ന ആൾ കുടിച്ചു, ഒരിക്കലും ഇല്ല. അത് എന്റെ പണിയല്ല. ഞാനത് ഷെയർ ചെയ്യും, കാരണം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇയാൾ എന്നോട് ചോദിക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരും സത്യസന്ധമായിട്ട് പറയേണ്ടത് പരദൂഷണാണ്. രാവിലെ ഈ ടോക്കൺ പരിപാടിക്ക് ഞാൻ പോകുമ്പോൾ അയാൾ 1 വർഷമായി എന്ന് ടോക്കൺ മേടിച്ചാൽ ഞാൻ കൈയടിക്കും. കൺഗ്രാജുലേഷൻ, താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടട്ടെ, അല്ലെങ്കിൽ എന്താണോ സോ കോൾഡ്. കാരണം അത് അയാളുമായി സത്യസന്ധത പുലർത്തേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ സഹായം എവിടെയാ കൊടുക്കാൻ പറ്റുക? അയാൾ കൃത്യമായ വെളിവുള്ള ഒരു ഇടവേള ഉണ്ടാകണം, അയാൾക്ക് ബോധ്യമുണ്ടാകണം. ഈ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന റിലാപ്സ് സംഭവിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് അറിവില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് എന്നേക്കുമായിട്ട് കൂട്ടി നിർത്താൻ ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹം ഉണ്ടാകുമ്പോ ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാണോ? ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് 90-ാമത്തെ പേജില്. ഇതേ ചോദ്യം നമ്മൾ കണ്ടു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായത്തില്, ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഇത് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഇതിലേക്ക് പൂർണ്ണമായി പോകാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം. അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികൾ നമുക്കൊന്നും നേടുത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് ആത്യന്തികമായി കീഴ്പ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? ഇതെല്ലാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ പരിപൂർണ മനസ്സുള്ളവരായിട്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വരാൻ, എത്ര ദൂരം പോകാനും ഞങ്ങൾ തയ്യാറുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് പോകാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. പരിപൂർണമായിട്ട് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? എത്ര ദൂരം പോകാനും ഞങ്ങൾ തയ്യാറുള്ളവരാണ്. അപ്പോഴേ നമുക്ക്
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് പ്രവർത്തിക്കൂ. അത് തന്നെയാണ് 90-ാമത്തെ പേജ് പറഞ്ഞത്. ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യം അയാളോട് ചോദിക്കുക. അതെ, ഞാൻ തയ്യാറാണ് എന്ന് അയാൾ പറയുമ്പോ അയാളുടെ ശ്രദ്ധ രോഗവിമുക്തനായ ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വിടണമെന്നവർ. അവിടെ എന്താ പറയുക? എന്താ ഒരാളോട് ഷെയർ ചെയ്യേണ്ട? ഞാന് എന്റെ രോഗം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ കൂട്ടിക്കുന്നില്ല. അതിങ്ങനെ എക്സ്ട്രാജുഗേറ്റ് ചെയ്തിട്ട് അയ്യോ ഞാൻ ഇന്ന് കുടിച്ചു പോകും, അതൊന്നുമല്ല. ഞാൻ അങ്ങനെ കുടിച്ചു പോകുന്ന ആളല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കുടിച്ചു പോകുന്നില്ല. ഒരു സംശയവും വേണ്ടായിരുന്നു. വൺ ഡേ അറ്റ് എ ടൈം എന്നൊക്കെ പറയും, നമ്മൾ എളിമയുടെ ഭാഗമായിട്ട് പറയെങ്കിലും പ്രോഗ്രാം നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. വളരെ കൃത്യമായ ഉറപ്പാണ്. നമ്മൾ ഇന്ന് കുടിക്കുന്നില്ല, മാറ്റി നിർത്തിയിരിക്കുകയാണ്. എത്ര വർഷം കഴിഞ്ഞ പഴമക്കാരും പറയും. അപ്പൊ അയാളോട് നമ്മൾ പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് വെറുതെ എക്സ്ട്രാജുവേറ്റ് ചെയ്ത് പറഞ്ഞാൽ അവർക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. ഇയാളിപ്പോ കുടിച്ചാലോ എന്ന് വിചാരിക്കുക. അല്ല, നമ്മൾ ഇത്ര വർഷമായി കുടിച്ചിട്ട് കുടിയെ ഞങ്ങൾ മാറ്റി നിർത്തിയതാണ്. കുടിക്കാനുള്ള തോന്നലുകൾ എടുത്തു മാറ്റിയത് ഏത് രീതിയിലാണ്. ഞാൻ എന്ത് കുടിയനായിരുന്നു. അത് അയാൾക്ക് സംസാരത്തിൽ താല്പര്യമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പലപ്പോഴും അയാൾ നമ്മളെ സംസാരിപ്പിക്കാൻ അനുവദിക്കാതെ അയാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും 12-ാം പടി നടക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെളിപാട് മനസ്സിൽ നടത്താം. മിണ്ടാതിരിക്കടോ, ഞാൻ പറയണ കേക്ക്, ഇത് പറയാട്ടോ, അത് പറഞ്ഞിട്ട് കഥ പറയാം, അതിന് കാര്യമില്ല. അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പതുക്കെ കൊടുക്കേണ്ടതാണ്. അതൊക്കെയാണ് 90 ഡേയ്സ് 90 മീറ്റിംഗ്, ഒരു ടെമ്പററി സ്പോൺസർ ചെയ്യേണ്ട പരിപാടിയൊക്കെ വളരെ കൃത്യമായി വരേണ്ടതാണ്. അവിടെ അയാളോട് വളരെ നിസ്സാരമായിട്ട് ഞാൻ വലിയൊരു കുടിയനാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾ കാണുന്ന ഇപ്പൊ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ പല രീതിയിലാണ് ഇതൊക്കെ. വിവേകപൂർവ്വമാണ് അയാളുടെ സംസാര രീതി, അയാൾ ഏത് രീതിയിലുള്ള ആളാണ്, അതിനനുസരിച്ചാണ് ഈ സന്ദേശം കൊടുക്കേണ്ടത്. എല്ലാവർക്കും ആപ്റ്റായ നിർദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ വളരെ മോശപ്പെട്ട ഒരു കുടിയനായിരുന്നു. എന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഈ കുടി നിർത്താൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. ഇന്ന് മദ്യത്തെ മാറ്റി നിർത്തിയിട്ട് വളരെ സന്തോഷകരമായിട്ട് ഞാനിന്ന് പോകുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ ഇതേപോലെയുള്ള ആളുകളുണ്ട്. സിമ്പിൾ ആയിട്ടേ പറയാൻ പാടും. അതിലേക്ക് വരിക. അതൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ചു കാലം നിൽക്കുക. പല കാര്യങ്ങളും ഉണ്ട്, അതിങ്ങനെ വന്ന് ഇതിന്റെ ഒരു ഭാഗമായ ഒരു രസമാണ്. നമ്മളെ പോലെയുള്ള കുടിയന്മാരായ ആളുകൾ കുടിക്കാതിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സിമ്പിളാണ്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇന്ന് കുടിയിൽ കൂടെ അല്ല 12 പടിയിൽ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല. ഒന്നാമത് അവന്റെ കിക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിറ മാറിയിട്ടുണ്ടാവില്ല. അവിടെ അങ്ങോട്ട് കയറിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ട് പകർന്നു കൊടുക്കാന്നൊക്കെ വിചാരിച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പൊ അയാളോട് പറയുക എന്താണ്, ഞാൻ ഇന്ന് എന്റെ രോഗവിമുക്തനായ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാ രോഗവിമുക്തി ഉണ്ടായെന്നുള്ളത് വിശദീകരിക്കാം. അയാളോട് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം, എപ്പോ വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അവിടെയൊക്കെ രസകരമായിട്ട് അയാൾ പറയുന്നതിനോടൊപ്പം കേട്ടിരിക്കുന്നതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ പറയാം. രസകരമായിട്ട് അയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പതുക്കെ പതുക്കെ അയാൾ താല്പര്യം ഉണ്ടാക്കാം. ഏറ്റവും പ്രധാനം അയാൾക്ക് നമ്മൾ താല്പര്യം ഉണ്ടാകണം. അതൊരിക്കലും അടിമത്ത മനോഭാവം ആകരുത്. 12-ാം പടി എന്ന് പറയുന്നത് അടിമത്ത മനോഭാവമല്ല. ഈ 12-ാം പടി നടത്തിയത് മീറ്റിംഗ് ഹാളിൽ വന്നിട്ട് ഗീർവാണം അടിക്കാനുള്ളതല്ല. 12-ാം പടി നിങ്ങളെ പട്ടി കടിച്ചിട്ടുണ്ടാവും, മറ്റേ വേറുണ്ടാവും, അത് നിങ്ങൾക്ക് കുടിക്കാതിരിക്കാനാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. 12-ാം പടി നടത്തിയതിന്റെ ഗീർവാണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പറയേണ്ടതല്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയത് ഈ ഭാഗമാണ്. കണക്ക് പറഞ്ഞിട്ട് 12-ാം പടി ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്റെ സുഖത്തിനല്ലേ ഞാൻ ചെയ്യുന്നത്. അതെന്തിനാ എയുടെ മീറ്റിംഗിൽ മറ്റംഗങ്ങളോട് വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം? എന്റെ സെൽഫിഷ് പ്രോഗ്രാം പ്രവർത്തിക്കേണ്ട വിധം ഇവിടെയാണ്. അപ്പൊ അയാളോട് പറയേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴും എന്നോട് സംസാരിക്കാം, താല്പര്യമുണ്ടെങ്കിൽ. അതേപോലെ നിങ്ങളെ കാണാനും വളരെ സന്തോഷമുള്ള ആളായ ഇപ്പൊ വേണച്ച വരാം. ഇനി അയാൾക്ക് നമ്മളെ കാണാൻ താല്പര്യമില്ല എന്ന് കരുതുക, നമ്മളെങ്ങനെ അവോയ്ഡ് ചെയ്യാണ്. എവിടെയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് സംസാരിക്കുന്ന അയാൾ എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾ നിർബന്ധം ചെലുത്തരുത്. അല്ലെങ്കിൽ അയാളെ കുറിച്ച് മീറ്റിംഗ് ഹാളിൽ വന്നിട്ട് അവന് ദൈവാനുഗ്രഹം ഇല്ലട്ടോ, അവൻ ചത്തുപോകും, നമ്മൾ ആരാ ബൈ ഇതൊക്കെ പറയാൻ? നമ്മളാണ് വിധിക്കുന്ന ദൈവം. 3-ാമത്തെ പടിയിൽ ഞാനല്ല ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? നമുക്കിങ്ങനെ വിധിക്കാൻ പറ്റും? നാളെ അയാളെ ഏല് വരുമ്പോ, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയുടെ മക്കളുടെയും ഇതൊക്കെ എന്തിനും ഞാൻ പറയണത്. ഒരു കാലത്ത് എന്നെ കുറിച്ചും വേറെ വല്ലവരും പറഞ്ഞില്ല, അതേപോലെ എന്റെ അതേ സഹോദരനായ ഒരാളുടെ കുറ്റം പറയലാണ് 12-ാം പടി പ്രവർത്തനം എന്നുള്ള ചോദ്യം വരുന്ന ഭാഗമാണ്. നിർബന്ധം ചെലുത്തണ്ട, അയാൾ വരും. അയാൾ വരുമോ ഇല്ലയോ, നാളെ അയാൾക്ക് പറ്റില്ലേ,
അല്ലെങ്കിൽ അയാൾ ചത്തുപോകും, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. വിധിക്കല് പലപ്പോഴും നമ്മുടെ അടിയിൽ നിന്ന് വരും അറിയാതെ. അവിടെയൊക്കെ ഇത് പറയുന്നുണ്ട് ഈ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിലെ 90-ാമത്തെ പേജ് 2ാമത്തെ ഖണ്ഡിക. നമ്മള് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അധികം പറയരുത്, അയാളോട് അധികം സംസാരിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അവിടെ ഭ്രാന്തമായ പരിവേദനങ്ങൾ നടത്തുക. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചത്തുപൂട്ടോ എന്ന് പറയുന്ന പരിപാടി, നിനക്ക് എന്താ ചായ്ക്കോ, അയാളെ ശപിക്കുക. ഇവിടെ ഉണ്ടല്ലോ എത്ര പേർക്ക് ഞാൻ സന്ദേശം കൊടുക്കാറ്, അവനൊക്കെ ചത്തു അല്ലെങ്കിൽ അപ്പുറത്തെ ആള് ചത്തു. ഇതൊന്നും നമ്മൾ പറയരുത്. നമ്മൾ എങ്ങനെയാ സന്ദേശം, നമ്മളെ ആത്മീയത എന്താണ്? മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളുന്ന, ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ വിസ്തൃതമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, ഒന്നിനെയും പുറന്തള്ളാത്തതാണെന്ന് 2ാമത്തെ പടിയിൽ നമ്മൾ പറഞ്ഞു. അതാണ് പടികളുടെ പ്രാധാന്യം വരുന്ന ഭാഗം. ഇതാണ്, എന്തെങ്കിലും ആയിക്കോ, നീ നിന്റെ ഇഷ്ടത്തിന് കാണിച്ചോ എന്നുള്ള വരത്തിലെ ഭ്രാന്തമായ പരിവേദനം നടത്തരുത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കുടിച്ചു കൂത്താടൽ താൽക്കാലിക വിരാമത്തിലെത്തുന്ന ഇടവേള വരെ നീ കാത്തിരിക്കണം. അപ്പൊ അവിടെ വിദേശത്തൊക്കെ നമ്മുടെ പുസ്തകം, ഇപ്പൊ നമ്മുടെ മാർട്ടിമേനാണോ എനിക്ക് തോന്നുന്ന ഒരു അംഗം, അവരുടെ ഡിനയിൽ ഭാഗത്ത് നമ്മുടെ കയ്യെഴുത്ത് പ്രതി കണ്ട് അതിലെ വിദ്വേഷത്തിന്റെ ഭാഗം കണ്ടിട്ട് എയിൽ വന്ന ഒരു നമ്മുടെ ബിഗ് ബുക്കിലെ ഒരു അനുഭവം ഉണ്ട്, ഒരു ലേഡി അംഗത്തിന്റെ. അപ്പൊ അവിടെ നമ്മുടെ ബുക്കുകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്, നമ്മുടെ നോട്ടീസുകൾ നമ്മൾ വായിക്കണം എന്തിനാണ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ബുക്ക് കൊടുക്കലായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് ലിറ്ററേച്ചറിന് പകരം പുസ്തകം കൊടുക്കുന്നതിന് പകരം നമ്മൾ അവിടെ എന്താണ് എന്ന് പറയുന്ന പാമ്പറ്റും ഇതൊക്കെ ആളുടെ വീട്ടിലേക്ക് കൊടുക്കാറുണ്ട്. അതെല്ലാം അവിടെ വെക്കാൻ പറയാം വീട്ടുകാരോട്. ഇപ്പൊ അതിലും പറയുന്നുണ്ട്, ഇതിനൊന്നും നിർദ്ദിഷ്ടമായ നിയമങ്ങളൊന്നുമില്ല, വളരെ വിവേകത്തിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ് 12ാം പടി. ഇത്തരം കാര്യങ്ങൾ, പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്. അപ്പോ അമിതമായ ഉത്കണ്ഠ പുലർത്തരുത് എന്ന് കുടുംബാംഗങ്ങളോട് പറയണം. കാരണം എന്താ അറിയോ, നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും എത്രത്തോളം കൊണ്ടുവന്നാലും അയാളിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങള് നിങ്ങളുടെ കഥ അയാളോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുടുംബാംഗങ്ങളോട്, എനിക്കൊക്കെ അതിൽ വളരെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ചെറിയ നീരസം പോലും എന്നോട് ഉണ്ടാക്കിയത്, ഞാനിപ്പോ തുടക്കത്തില് ഒരു അബദ്ധം പറ്റിയൊരു സുഹൃത്തിന്റെ ഭാര്യയോട്, അദ്ദേഹം കുടിച്ചിട്ടാ പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്വതയില്ലാത്ത സമയത്ത് പറ്റിയ കുറെ അബദ്ധങ്ങളാണ്. അപ്പോ ഞാൻ കുടിയനായിരുന്നു, എന്റെ ഭാര്യ വിട്ടുപോയി എന്നുള്ളത് ഇയാളുടെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ കുടി ശരിയാവും എന്നുള്ള കഥ ഒന്ന് അധികം പറഞ്ഞു പോയി. പിന്നെ മറ്റയാൾ വിളിച്ചിട്ട് പറയണേ, എന്ത് പരിപാടിയാണോ ഈ ചെയ്ത്, ഭാര്യ ചോദിച്ചതിനോട് ഞാൻ വിട്ടുപോകണോന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ. ഒരു കാരണവശാലും ഈ നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഈ മദ്യാസക്തന്റെ 12ാം പടി നടത്തുന്ന ആളുടെ അടുത്ത് പോയിട്ട് കുടുംബാംഗങ്ങളോട് പോയിട്ട് നമ്മുടെ ESH പറയാൻ നിൽക്കരുത്. നമ്മുടെ പണി അതല്ല. മാത്രമല്ല, അവര് ഈ ഒരു മദ്യാസക്തനും ഇഷ്ടപ്പെടില്ല അവന്റെ ഭാര്യ, അല്ലെങ്കിൽ ഏതിനാളും ഇഷ്ടപ്പെടും അപ്പുറത്തെ ഏട്ടനെ കണ്ടുപഠിച്ചോ ഇപ്പുറത്തെ ഏട്ടനെ കണ്ടുപഠിച്ചോ. മീറ്റിങ്ങിൽ ഈ അല്ലനോണുമായിട്ടുള്ള മീറ്റിങ്ങിനെയൊക്കെ പലപ്പോഴും പല ആൾക്കാർ എതിർക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ കമ്പാരിസൺ നടക്കും. ഇതൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പല പല കാര്യങ്ങൾ നമുക്കറിയാലോ. അവരെ കണ്ടോ ഇവരെ കണ്ടോ, നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത അസൂയ ഉണ്ടാവും, മറ്റുള്ളവരോടുള്ള വിദ്വേഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരം പരിപാടിക്ക് നിൽക്കാത്ത. അപ്പുറത്തെ ഏട്ടനെ കണ്ടോ ഇപ്പുറത്തെ ഏട്ടനെ കണ്ടോ നിങ്ങളുടെ ഭാര്യ പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖം ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് പോയിട്ട് അവരുടെ മുന്നിൽ നമ്മൾ മാന്യനായിട്ട് നിൽക്കരുത്. പരമാവധി അവിടെ സംസാരിക്കേണ്ട വിധമുണ്ട്. വളരെ ക്ഷമയോടുകൂടിയും വിവേകത്തോടു കൂടിയും പ്രവർത്തിക്കേണ്ടതാണ് മദ്യാസക്തന്റെ കുടുംബത്തോടുള്ള പ്രവർത്തനം. അമിതമായ ബന്ധം നമ്മൾ ഉണ്ടാക്കരുത് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബാംഗങ്ങളിലൂടെ ആ വ്യക്തിയെ കണ്ടുമുട്ടാതെ ഒറ്റയ്ക്ക് തന്നെ കണ്ടുമുട്ടാനുള്ള രീതി ഉണ്ടാവണം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അവിടെയൊക്കെ നമ്മൾ സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ അവിടെ മദ്യാസക്തർ മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, നമുക്ക് ഒറ്റയ്ക്കിരുന്നവരെ കാണാനായിട്ട് പറ്റും. പിന്നെ ഹോസ്പിറ്റൽ ചികിത്സാ രീതി, അന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ ആക്കുന്ന സമയത്താണ് സ്പോൺസർഷിപ്പ് പേര് പോലും നമുക്ക് വന്നിട്ടടക്കം. അന്ന് തന്നെയുള്ള 39 തന്നെ എഴുതിയിട്ടുണ്ട് നമ്മളോട്, ഹോസ്പിറ്റൽ നിർദ്ദേശങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം കൊടുക്കലല്ല, അത് 12ാം പടിയേ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധപൂർവ്വം ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുക. ഏതെങ്കിലും ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ബന്ധമുള്ള പല റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് റീഹാബിൽ ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള പല റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്, അവിടേക്ക് ആളെ കൊണ്ടുപോവുക എന്നതല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12ാം പടി. അത് അവര് തീരുമാനിക്കണം. നമുക്ക് നിർദ്ദേശങ്ങൾ, ഇന്ന സ്ഥലങ്ങളുണ്ട്, അതും ഏതെങ്കിലും നമ്മുടെ താല്പര്യത്തിന് ഒരാളെ എത്തിക്കുന്ന
അല്ലെങ്കിൽ മറ്റുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഏജന്റുമാരായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12-ാം പടി പ്രവർത്തനത്തിൽ ഏർപ്പെടരുത് എന്നുള്ള നിർദ്ദേശം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയേണ്ടത്. അത് നമ്മൾ നമ്മളോട് ആത്മപരിശോധന നടത്തിയാണ്. അതല്ല 12-ാം പടി പ്രവർത്തനം. അപ്പോൾ ആശുപത്രി വാസം വേണ്ടവർക്ക് തീർച്ചയായിട്ടും വേണ്ടതാണ്, അതിനെ എതിർക്കുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെയല്ല, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പല അലർജികളും ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല കാര്യം ഹോസ്പിറ്റൽ വാസമാണ്. അതൊക്കെ അവരുടെ കുടുംബാംഗവും അവരും തീരുമാനിക്കണം. നമ്മൾ നിർദ്ദേശം കൊടുക്കുകയോ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗം എന്ന രീതിയിൽ 12-ാം പടിയുടെ ഭാഗമേ അല്ല. ഇനി അയാളുടെ പ്രശ്നത്തിന്റെ പരിഹാരങ്ങൾ അവർ ഡോക്ടർമാർ പറയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എയുടെ സന്ദേശം. അതുകൊണ്ടാണ് നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ സന്ദേശം കൊടുക്കുന്നത്. ഇനി ഡോക്ടർമാർ നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെക്കുറിച്ച് പറയുന്നത് വളരെയധികം നന്നാവുന്ന രീതിയിലാവാറുണ്ട്. പുറത്തുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് പറയുക എന്നത്. പിന്നെ കുടുംബാംഗങ്ങള് പഴിചാരാതെ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. നമ്മൾ അയാളെ കുറ്റപ്പെടുത്തുന്ന ആളല്ല, അയാളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അത് അയാളുടെ ഡൊമെയിൻ ചെയ്തിട്ടല്ല, അയാളെക്കാൾ ഉയർന്ന സാറാണ് ഞാൻ എന്ന ബോധ്യത്തിലല്ല ഒരു മദ്യാസക്തന്റെ വിശ്വാസം ഉണ്ടാവുക. അയാൾക്ക് തോന്നണം ഇവൻ എന്നെ പോലെയാണ്, എനിക്ക് അവനോട് എന്ത് പറയാൻ പറ്റും, എന്റെ സഹോദരനാണ് എന്ന ബോധ്യമാണ്. അല്ലാണ്ട് ഞാൻ സാറും ഇവൻ എന്റെ അടിയിൽ കിടക്കുന്ന അടിയാളൻ, ഞാൻ തമ്പുരാൻ അവൻ അടിയാളൻ എന്നുള്ള മനോഭാവമല്ല 12-ാം പടി പ്രവർത്തനത്തിൽ. ഞാൻ കുടി മാറ്റി നിർത്തിയ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. അവിടെയാണ് നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത്. എനിക്ക് സന്ദേശം തന്ന ആളുകളോടുള്ള, അവരുടെ പേരുകൾ മീറ്റിംഗിൽ പറഞ്ഞിട്ടില്ല, മുന്നോട്ടുള്ള ആളുകൾക്ക് എനിക്ക് എങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇനി എനിക്ക് മോശമായിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതേ മോശവും അതേ റാഗിങ്ങും മറ്റുള്ളവരോട് ഞാൻ കാണിക്കേണ്ടല്ലോ. എത്രയോ നന്നായിട്ട് എനിക്ക് പെരുമാറാം. ആ രീതിയിലേക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അയാൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു മടിയുമില്ലാതെ അയാൾ ഇനി എത്ര നമ്മൾ അപമാനിച്ചാലും നമ്മൾ ആട്ടി പുറത്താക്കിയാലും ഒരിക്കലും നമ്മളെ കേൾക്കില്ല എന്ന് പറഞ്ഞ ആള് അയാൾ കുടിച്ചു നേക്കുമ്പോ അവൻ കുടിച്ചോ, അവൻ അത് വേണം. ഇതല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മനോഭാവം. മറിച്ച് എന്താണ്, അവിടെ അവൻ ആവശ്യമുള്ളപ്പോ ഉപാധികളില്ലാതെ അവനെ വീണ്ടും സന്ദർശിക്കുക, അവിടെ ഒറ്റയ്ക്ക് കാണുക, പൊതുവായ സംഭാഷണങ്ങളിലേക്ക് ഒഴുകുക, അവന് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ കുടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരണം. എന്നിട്ട് അയാളുടെ മദ്യപാന ശീലത്തെ പറഞ്ഞുകൊണ്ട് അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് താല്പര്യമുണ്ടാക്കുന്ന രീതിയിലേക്ക് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാത്രമാണ് ഏത് രീതിയിലാണ് അയാൾ മദ്യത്തിലേക്ക് പോയിരുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ ഏത് രീതിയിലാണ് മദ്യത്തിൽ നിന്ന് മാറി നിന്നത് എന്ന് പറയാൻ പറ്റും. മാത്രമല്ല വിവിധ മീറ്റിങ്ങുകളിലേക്ക് നമുക്ക് അയാളെ കൊണ്ടുപോകാനായി പറ്റും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മീറ്റിങ്ങുകളല്ലാതെ ഏതൊക്കെ മീറ്റിങ്ങുകളിലേക്ക്, പല മീറ്റിങ്ങുകളിൽ പല ആളുകളിൽ നിന്നാണ് അയാൾക്ക് ഉപകാരപ്പെടുക. അപ്പൊ ആ 12-ാം പടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതല്ല, മറിച്ച് നിരന്തരമായി ഒരു വ്യക്തിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അയാളുടെ സഹായകരമായ രീതിയിൽ അയാൾക്ക് താല്പര്യമുണ്ടാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പിന്റെ ഫലമായി അതിന്റെ യാതൊരുവിധ ക്രെഡിറ്റും എടുക്കാതെ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് നമ്മുടെ മറ്റുള്ളവരോടുള്ള പ്രവർത്തനം എന്ന അധ്യായത്തിൽ തുടക്കം പറഞ്ഞ പോലെ ആളുകളുടെ രോഗവിമുക്തി മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ആ രോഗവിമുക്തിയിലൂടെ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇതിനെ തുടർച്ചയായിട്ട് കൊണ്ടുപോവുക എന്നതായിരിക്കണം എന്നുള്ള നിർദ്ദേശം തൊട്ട് തുടങ്ങി എങ്ങനെ ഏത് നിമിഷത്തിൽ നമുക്ക് അവരെ മാറ്റി നിർത്തണം, അവരുമായിട്ട് ഏതൊക്കെ രീതിയിലേക്ക് പോകണം എന്നൊക്കെ തുടർന്നുള്ള വിശദമായിട്ട് തന്നെ ഈ ബിഗ് ബുക്കിലെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് നിർദ്ദേശിക്കുന്ന രീതിയിൽ 12-ാം പടി പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മറ്റുള്ള മനുഷ്യരെ വിധിക്കാതെ നമ്മളെപ്പോലെ ആഗ്രഹിക്കാതെ പറയുന്നത് എന്താണോ 12-ാം പടി കൊണ്ട് അതിന്റെ ലക്ഷ്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ പുതിയ അർത്ഥതലം കണ്ടെത്തും. നമുക്ക് മീറ്റിങ്ങുകളിൽ പറയാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ 12-ാം പടി, നമുക്ക് മീറ്റിംഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചു പറഞ്ഞ് വെടിപാട് പറയുന്ന പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആവില്ല 12-ാം പടി നടത്തുക. കാരണം നമ്മുടെ ഉള്ളിൽ ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതിലെ നിരാശകളും സാറ്റിസ്ഫാക്ഷനുകളും ഇതെല്ലാം നമുക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അമിതമായിട്ട് നമുക്ക് നിരാശ ഉണ്ടാവില്ല. അതേപോലെ ഏതെങ്കിലും കാര്യങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇവൻ നിൽക്കുന്ന കണ്ടോ, അത് എന്റെ കഴിവാണ്, ഞാൻ പറഞ്ഞത് കേട്ടോണ്ടാണ്, അത് വരില്ല. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? പല ഘടകങ്ങളാണ് ഒരു മനുഷ്യനെ സുബോധത്തിലേക്ക് നിർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്ദേശം കൊടുത്ത് 100 പേരിൽ 2 പേരാ നിൽക്കുന്നത്, 98 പേര് കുടിച്ചു മരിച്ചതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിജയിച്ച് നിൽക്കുന്ന 2 പേരുടെ ഗുണമെടുക്കും നമുക്ക്. നമ്മൾ പറയാറുണ്ട്, ഒരു ടോക്കൺ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു നാണയം നമ്മൾ നറുക്കെടുക്കും, ടോസ് ഇടുമ്പോൾ ഹെഡ് വീഴാനും ടെയിൽ വീഴാനും
50-50 സാധ്യതയാണ്. 5 തവണ ഹെഡ് വീണു എന്നതുകൊണ്ട് 6-ാം തവണ ടെയിൽ വീഴും എന്നത് നമ്മുടെ പ്രതീക്ഷ മാത്രമാണ്. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12-ാം പടി എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. തുടർച്ചയായി തന്നെ ഒരു മനുഷ്യനെ സുബോധത്തിലേക്ക് എത്തിക്കുക, അത് എന്റെ സുബോധത്തിനാണ് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി ആകണം എന്ന് തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും ആ ഭാഗങ്ങളിലൂടെയൊക്കെ പോകാൻ വളരെ പെട്ടെന്നായിരുന്നു മീറ്റിംഗ്. എന്തായാലും നിങ്ങളോട് ഈ വിഷയത്തിൽ വളരെ ചെറിയ രീതിയിലാണ് പറയാൻ പറ്റില്ല, എത്രയോ കാര്യങ്ങളുണ്ട്, ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് പറയാൻ സാധിച്ചാൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശംസ നിർത്തുന്നു. താങ്ക് യു ആൾ.